പ്ലസീബോ എഫക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? മരുന്നല്ലാത്ത ഒന്നിനെ മരുന്നാണ് എന്ന് വിശ്വസിച്ച് കഴിക്കുമ്പോൾ രോഗം ഭേദമാകുന്ന അത്ഭുതമാണ് പ്ലസീബോ എഫക്റ്റ്. ഇവിടെ ഒരു അത്ഭുതം ഒന്നുമല്ല നടന്നത്. നമ്മൾ മരുന്നാണെന്ന് വിശ്വസിച്ച് കഴിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ എൻഡോർഫിൻസ്, ഡോപ്പമിൻസ് പോലുള്ള കെമിക്കൽസ് റിലീസ് ചെയ്യുകയും അതുവഴി രോഗാവസ്ഥയ്ക്കൊരു ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് ശരിക്കും പ്ലസീബോ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നൊസീബോ എഫക്റ്റ്. നമുക്ക് ദോഷകരമല്ലാത്ത ഒരു വസ്തു ദോഷമാണെന്ന് ചിന്തിച്ച് ഭയക്കുകയും അതുവഴി നാം തന്നെ രോഗിയായി മാറുകയും ചെയ്യുന്ന അവസ്ഥയാണ് നൊസീബോ എഫക്റ്റ്. വിഷമല്ലാത്ത ഒരു പാമ്പ് കടിച്ചാലും വിഷമാണെന്ന് വിശ്വസിച്ച് ഭയക്കുകയും ഹൃദയാഘാതം വരെ വന്നു മരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇവിടെ നമ്മുടെ ശരീരത്തെ നശിപ്പിച്ചത് നമ്മുടെ മനസ്സ് തന്നെയാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. പ്ലസീബോ എഫക്റ്റിൽ നമ്മുടെ പോസിറ്റീവ് ചിന്തകളാണ് നമ്മുടെ രോഗത്തെ ഭേദമാക്കാൻ സഹായിച്ചത്. എന്നാൽ നൊസീബോ എഫക്റ്റിൽ നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ തന്നെ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുകയായിരുന്നു. നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ കാരണം നമ്മുടെ ബ്രെയിൻ കോർട്ടിസോൾ, അഡ്രിനാലിൻ പോലുള്ള സ്ട്രെസ് ഹോർമോൺസ് കൂടുതലായി ഉൽപ്പാദിപ്പിക്കുകയും അതുവഴി ശരീരത്തെ രോഗാവസ്ഥയിലോട്ട് എത്തിക്കുകയും ചെയ്യും. ഈ നൊസീബോ എഫക്റ്റ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലും വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ചില എക്സാമ്പിൾസ് ഞാൻ പറയാം. ഒരു പ്രത്യേക രോഗത്തെക്കുറിച്ചോ പകർച്ചവ്യാധിയെക്കുറിച്ചോ മാധ്യമത്തിലൂടെ അമിതമായി വാർത്തകൾ പ്രചരിക്കുമ്പോൾ തങ്ങൾക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് തോന്നിപ്പോകാറുണ്ട് ചിലർക്കെങ്കിലും. അതുകൊണ്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകളെയും അമിത ചിന്തയെയും ഭയത്തെയും തോൽപ്പിക്കാൻ പഠിച്ചാൽ നമ്മുടെ ജീവിതവും ആരോഗ്യവും ഒക്കെ മെച്ചപ്പെടുത്താൻ സാധിക്കും. മനസ്സിനെ ശാന്തമാക്കി വയ്ക്കാനും ചിന്തകൾ പോസിറ്റീവ് ആകാനും ശുഭാപ്തി വിശ്വാസം ഉണ്ടാകാനും എന്ത് വന്നാലും നേരിടും എന്ന രീതിയിൽ ചിന്തിക്കാനും ബ്രെയിനിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഉറപ്പായും നല്ല ആരോഗ്യം വന്നു ചേരും.